Revelation chapter 5 verse 9 and 10. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ ഇന്ന് പകലത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിനായി വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. യെസ്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന്റെ വകയായി ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. 10 ഞങ്ങളുടെ ദൈവത്തിന് അവരെ ആ വിലയ്ക്ക് വാങ്ങിയവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു വചനമാണ്. നമ്മൾ ആരാ? എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മൾ ആരാ ഉദ്ദേശിക്കുന്ന വെളിയിൽ നിന്ന് നമ്മുടെ കുടുംബം, ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ഭൗതികമായ ഭൂമിയിലെ കുടുംബമോ സ്വത്തോ സൗന്ദര്യമോ കുടുംബത്തിന്റെ മഹത്വമോ കഴിവോ വെച്ചുള്ളതല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ കുഞ്ഞിനോടും പറയുന്നു. അത് അങ്ങനെ ആയില്ല എന്ന് ബോധമുണ്ടെങ്കിൽ അതിലേക്ക് ദൈവം ഒന്ന് വിളിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 9-ാമത്തെ വചനം പറയുന്നു. ഹല്ലേലൂയ. അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഈ സംഭവം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ഈ 5-ന്റെ 1 മുതൽ ഒന്ന് വായിച്ചേ. ഇത് യോഹന്നാന് പത്മോസിന്റെ ദൈവം കൊടുത്തൊരു വെളിപ്പാട്, കാണുന്ന കാഴ്ചയാണ്. ദൈവം കൊടുത്തൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്വർഗീയ സിംഹാസനത്തെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഒരു വലിയ സിംഹാസനത്തെ കാണാൻ പറ്റും. അതിന് ചുറ്റും നിൽക്കുന്ന അനുഭവങ്ങളും ജീവികളെ കാണാൻ പറ്റും. എന്നിട്ട് ഈ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇനി വരാനുള്ളത് കാണിച്ചു തരുമെന്ന് 4-ാം അധ്യായം തുടങ്ങുമ്പോൾ അറിയാം. ഹല്ലേലൂയ. കണ്ട കുറച്ച് കാര്യങ്ങൾ യോഹന്നാൻ 1-ൽ എഴുതിക്കൊണ്ട് 2-ഉം 3-ഉം അധ്യായത്തിൽ ഇപ്പോൾ ഉള്ള സഭകളുടെ അവസ്ഥയാണ് 2-ഉം 3-ഉം അധ്യായത്തിൽ. 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ വരാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന്, ഇപ്പോൾ ഉള്ളതും നീ കണ്ടതും മാത്രമല്ല ഇനി ഉള്ളതും നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് യോഹന്നാനെ ദൈവം കാണിക്കുന്നതാണ് 4-ാം അധ്യായം. അത് കഴിഞ്ഞിട്ട് അതിന്റെ 5-ാം അധ്യായമാണ്. ഇനി 1 വിട്ടൊന്ന് വായിച്ചേ. 4-ന്റെ തുടർച്ചയാണ് ഈ 5. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലം കയ്യിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. ആ വ്യക്തി ഇവിടെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ഒരു കാഴ്ച കാണി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം, അകത്തും പുറത്തും എഴുത്തുള്ളത്. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. അപ്പൊ അവിടെ നിന്ന് ഭയങ്കര ഘോഷം. ആരുണ്ട് ഈ മുദ്ര പൊട്ടിക്കാൻ? അതിന് യോഗ്യൻ ആരുള്ളൂ എന്ന് പറഞ്ഞ് ശക്തനായ ഒരു ദൂതൻ ഘോഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ മുദ്ര പൊട്ടിക്കാൻ, പൊട്ടിച്ച് പുസ്തകം തുറപ്പാൻ യോഗ്യതയുള്ള ആരുണ്ടെന്ന് ഒരു ശബ്ദം ശക്തനായ ദൂതനിൽ നിന്ന് കേൾക്കുകയാണ്. അടുത്തത് പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ഈ ശബ്ദത്തിന്റെ മുമ്പിൽ ആരും വരുന്നില്ല, ആരെയും കാണുന്നില്ല, തുറക്കാൻ കഴിവുള്ള ഒരുത്തനെയും കാണുന്നില്ല. 4-ാം വാക്യം. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ട് ഇതിന് യോഗ്യനായി ഈ പുസ്തകം തുറപ്പാൻ, അതിന്റെ മുദ്ര പൊട്ടിക്കാൻ യോഗ്യതയുള്ള ഒരുത്തനെ കാണാത്തത് കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ചിലതൊക്കെ ആരെനിക്ക് തുറക്കും, ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ പൊട്ടി പുറത്തു വരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്നില്ല, കഴിയുന്നില്ല, ആരെയും കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അവരോടും ഈ 8-ാം മാസത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ മുമ്പിൽ ചിലത് കണ്ടില്ലെന്ന് പറഞ്ഞ് നീ ഒരിക്കലും ഭാരപ്പെടരുത്. നിന്റെ അടഞ്ഞ വാതിലിനെ തുറക്കാൻ, നിന്റെ പണിഞ്ഞതിൽ ഉടഞ്ഞു പോയതിനെ പണിഞ്ഞെടുക്കാൻ, നിന്റെ പരാജയത്തെ ജയമാക്കാൻ, നിന്റെ തകർച്ചകളെ ഉയർച്ചയാക്കി മാറ്റാൻ, നിന്റെ വേദനകളെ മണിവീണയാക്കി മാറ്റാൻ, നിന്റെ കണ്ണുനീരിന് നിന്റെ കൈപ്പിനെ ഒരു ആനന്ദമാക്കി മാറ്റാൻ കഴിവുള്ള കരുത്തുറ്റൊരു ദൈവമുണ്ട്. അതാണ് 5-ാം വാക്യം. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കും ആരുണ്ട്? ഗിദെയോനും ചോദിച്ചു, ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കാൻ ഞങ്ങൾ വിതയ്ക്കുന്നുണ്ട്, നന്മയ്ക്ക് വേണ്ടി വിതയ്ക്കുന്നതാ. കൊയ്യാറാകുമ്പോൾ മിദ്യാനികൾ വന്ന് എല്ലാം വന്ന് ഒരു വെട്ടിക്കിളി കൂട്ടം വന്ന് തിന്നുന്ന പോലെ സകലതും മിദ്യാനി വന്ന് നശിപ്പിക്കുക. നാളുകളിലേക്ക് ഒരു വിളവിന് വേണ്ടിയാ. എന്തിയെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം
മാത്രം മിസ്രൈമിലും ചെങ്കടലൊക്കെ കടന്നെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഗിദെയോൻ ഹല്ലേലൂയ വിഷമിച്ച് ചെക്കൻ്റെ അടുത്തിരിക്കുകയാണ്. അയ്യോ ആരെയും കാണുന്നില്ല, ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഗിദെയോനും ചിന്തിച്ചു ഇതിന്ന് രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല എന്ന്. പക്ഷെ വെളിപ്പാട് പുസ്തകം 5-ാം വാക്യം പറയുന്നു, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് നീ കരയണ്ട. ഹല്ലേലൂയ. ആരുണ്ട്? ആര് വിടുവിക്കും? ആര് കെട്ടുപൊട്ടിക്കും? ആരെനിക്ക് വേണ്ടി തുറക്കും? ആരെനിക്ക് വഴിമാറ്റുമെന്ന് നീ വേദനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സകല ജനത്തെ നോക്കി വചനത്തിൽ കൂടെ ആത്മാവ് ഒരു ദൂത് പറയുന്നു, നീ കരയണ്ട. നീ രാത്രികളിൽ ഉടഞ്ഞതിന്, നീ തകർക്കപ്പെട്ടതിന് ഇന്ന് പകലും പരിശുദ്ധമ പറയുന്നു, കരയണ്ട. നിനക്ക് കഴിവില്ല, നിനക്ക് ചുറ്റുമുള്ളവർക്കും കഴിവില്ല. അവരൊക്കെ മറന്നാലും അവരൊക്കെ ഉപേക്ഷിച്ചാലും നീ കരയണ്ട. വായിച്ചോ, കരയണ്ട. യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കർത്തൃമേശ ഇവിടെ ഇരിക്കുമ്പോൾ വിളിച്ചു പറയുന്നു, ജയം പ്രാപിച്ചൊരുത്തനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. ഹല്ലേലൂയ. ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട, ദാവീദിന്റെ ആ വംശപാരമ്പര്യത്തിൽപ്പെട്ട യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ. ഹല്ലേലൂയ. നീ കരയണ്ട. അതിന് ജയം പ്രാപിച്ച യോഗ്യൻ ഒരാൾ ഉണ്ടെങ്കിൽ അതെന്റെ യേശു കർത്താവ് മാത്രം. എന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ വിടിവിക്കാൻ ആരുണ്ട്? എന്റെ കർത്താവുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് ആർ നമ്മെ വിടുവിക്കും? അവിടെ ഉത്തരം, ജയം പ്രാപിച്ച യേശു കർത്താവ്. ഇന്ന് പകൽ കരയുന്ന, വേദനിക്കുന്ന, ആരെനിക്ക് വേണ്ടി നിൽക്കുന്ന എന്ന് ചിന്തിക്കുന്ന, നയിക്കാനും വിടുവിക്കാനും യോഗ്യനാണ് എന്റെ യേശു കർത്താവ്. 8-ാം മാസത്തിലെ ഈ 4-ാം തീയതി ഈ 12:15 കഴിഞ്ഞ സമയത്ത് സകലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്ത്, നീ കരയുന്നതിന്റെ അകത്ത് വാതിൽ തുറക്കാൻ, നിന്റെ കെട്ടുകൾ പൊട്ടിക്കാൻ, അടഞ്ഞത് തുറക്കാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്, സേവിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ആരാണെന്ന്, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ അകത്ത് കയറും. ഹല്ലേലൂയ. നീ കരയണ്ട. ഇനി തരോട്ട് വായിക്കുമ്പോ 8 തൊട്ട് വായിച്ചു. ദൂതിലേക്ക് വരാൻ പോ. പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ. അപ്പൊ ഈ വിശുദ്ധന്മാര് പ്രാർത്ഥിക്കുമ്പോ എന്താണ്? ധൂപവർഗം ഇങ്ങനെ പൊങ്ങുന്ന പോലെ അങ്ങ് എത്തും. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക്, അതാ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ആരാ വിശുദ്ധൻ? അതിലേക്ക് ഞാൻ വരാൻ പോവാ. ഇരിക്കുന്ന എല്ലാവരും വിശുദ്ധൻ. യേശുവിന്റെ രക്തത്താൽ കരുകൽ പ്രാപിച്ച, നീതീകരണം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗം പോലെ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയും ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. അങ്ങനെ ഒരു കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചോണം. എന്തുകൊണ്ട് ദൈവം ഈ കെട്ട് പൊട്ടിക്കാൻ, പുസ്തകം തുറക്കാൻ യോഗ്യരായത് എന്തുകൊണ്ടാണ്? നമ്മളൊരാൾക്ക് യോഗ്യത ഉണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് പാസ്സായതിനു ശേഷം എന്താ പറയുന്നത്? അവൻ ആ യോഗ്യത ഉണ്ടെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആ യോഗ്യത ഉണ്ടായത്? നമ്മൾ ആരാധിക്കുന്ന ദൈവം ഹല്ലേലൂയ എന്താണ്? വിടിവിക്കുമെന്ന് പറയുന്നതിന്റെ യോഗ്യത. അടുത്തത്, കുഞ്ഞാടെ നീ എന്ത് ചെയ്തു? അറക്കപ്പെട്ടു. കർത്താവിന്റെ മേശ ഇവിടെ ഇരിക്കുമ്പോ ഓർക്കണം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു കുഞ്ഞ് ആട് അറക്കുന്ന പോലെ കാൽവറിയിൽ നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു. അടുത്തത്, നിന്റെ രക്തം. അവിടാണ് ഇന്നത്തെ മെസ്സേജ്. യേശു ക്രിസ്തുവിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി.
ഈ രക്തം കൊണ്ട് നിന്നെ ദൈവം എന്ത് ചെയ്തു? ഇംഗ്ലീഷ് പറയുന്നത് നിന്നെ പർച്ചേസ് ചെയ്തെന്ന, ദൈവത്തിന്റെ വകയായിട്ട്. നമ്മൾ ആരാ? പർച്ചേസ്ഡ് വ്യക്തിയാണ്, പേഴ്സൺസ് പ്രോപ്പർട്ടിയാണ്. രക്തം കൊടുത്ത് ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിലുള്ള നമ്മെ വിലയ്ക്ക് വാങ്ങി. നമ്മളൊരു കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങുമ്പോൾ പിന്നെ എന്തോ സംഭവം ആരുടെയാ? പിന്നെ ആരുടെയാ? നമ്മുടെ. നമ്മളൊരു കടയിൽ വന്നിരിക്കുക, നമ്മൾ വിലയ്ക്ക് വാങ്ങി കൊടുത്ത് നമ്മൾ പാക്കിങ്ങിന്റെ താമസമേ ഉള്ളൂ. ഒരുത്തം വന്ന് അറിയാതെ പിടിച്ചാലും നമ്മൾ ആദ്യം എന്ത് പറയും? എന്റെയാ എന്ന് പറയുന്ന പോലെ നമ്മൾ ആരാ? പർച്ചേസ് ചെയ്തതാ, വിലയ്ക്ക് വാങ്ങിയതാ. ഹല്ലേലൂയ. രക്തം കൊണ്ട് ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും വ്യത്യസ്ത ജാതിയിലുമുള്ള നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങി. പർച്ചേസ് ഫോർ ഗോഡ്. ഈ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയതാ. അപ്പം യേശുക്രിസ്തുവിന്റെ രക്തം എന്ന രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ശ്രദ്ധിച്ചോണം. നമ്മൾ ആരാണ്? കർത്താവിന്റെ രക്തം കൊടുത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? വിലയ്ക്ക് വാങ്ങിയവരാണ്. ആ ഉടമ്പടിക്കകത്തുള്ളതാ, ഒരു ഉടമ്പടിയാ. അതാ പുതിയ നിയമ ഉടമ്പടി എന്ന് പറഞ്ഞു. ഈ രക്ത ഉടമ്പടി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ എല്ലാം ശ്രദ്ധിച്ചോണം. ഈ പഴയ നിയമകാലത്ത് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രക്തം തളിച്ച് അതിനെ ഉറപ്പാക്കും. എന്ത് ചെയ്യും? രക്തം തളിച്ച് ഒരു ഉടമ്പടിക്കകത്ത് രക്തം തളിച്ച് ഉറപ്പാക്കും. ഒത്തിരി കാര്യമുണ്ട് ഉടമ്പടിക്കകത്തുണ്ട്. വ്യക്തികൾ തമ്മിൽ ഡോക്യുമെന്റേഷൻ ഉണ്ടാകുന്നത് ഒരു ഉടമ്പടി. ഞാൻ ഇത് ചെയ്തോളാം, ഇത് ചെയ്യാന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ആലയത്തിലെ ഉപകരണങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് രക്തം തളിക്കാറുണ്ട്. കുഷ്ഠരോഗിയെ തളിക്കാറുണ്ട്, ശുദ്ധീകരണം പ്രഖ്യാപിക്കാൻ. അങ്ങനെ പല ഭാഗത്തും നമുക്ക് പഴയ നിയമത്തിൽ കാലത്ത് ആ പശുക്കിടാവിന്റെ ആടുമാടുകളുടെ രക്തമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഉടമ്പടി ചെയ്യും. അതാണ് അബ്രാമിനോട് ഉടമ്പടി ചെയ്യുന്നത്. അബ്രാം ചോദിക്കും, ഞാൻ ഈ പറഞ്ഞ ദൂതിനൊക്കെ എന്റെ തലമുറയിൽ അവകാശം ഉണ്ടാവും നീ പറഞ്ഞു, അതിനെന്താ ഉറപ്പ്? അപ്പഴാ പറയുന്നത് എന്തിനാ? നീ മൃഗത്തെ കീറുക. അപ്പൊ നടുവെ കീറുക. അപ്പൊ അതായത് അന്നത്തെ കാലത്ത് ഒന്ന് ശ്രദ്ധിച്ചണേ. ഈ അന്ന് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഒരു ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഈ അതിന് മാറത്തില്ല എന്നതിന്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ ഈ ഒരു മൃഗത്തെ എന്തിനേയും ഒന്ന് കീറും, നടുക്കൂടെ കീറിയിട്ട് ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇതിന്റെ ഇടയ്ക്കൂടെ നടക്കുമ്പോ ബ്ലഡ് ഉടമ്പടിയാ, രക്ത ഉടമ്പടിയാ. ഇനി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. ഇതിൽ ആരെങ്കിലും ഒരാളിത് തെറ്റിച്ചാൽ ഈ കീറിയതുപോലെ നിന്റെ ജീവിതമാകും എന്നാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ആ രക്തത്തിൽ കൂടെ രക്തം വിലയ്ക്ക് വാങ്ങി, രക്തത്തിന്റെ ബ്ലഡ് രക്ത ഉടമ്പടിയാ. ഒരിക്കലും മാറത്തില്ലെന്നാണ് ഈ രക്ത ഉടമ്പടിയുടെ പ്രത്യേകത. ഹല്ലേലൂയ. അബ്രഹാം നമുക്കറിയാം, ആ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്തിനാൽ അവകാശമാക്കുമെന്ന് ചോദിക്കുമ്പോൾ ഉൽപ്പത്തി 15:8-9 പറയുന്നത്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള കോലാടിനെയും 3 വയസ്സുള്ള ആട്ടുകൊറ്റനെയും കുറുമ്പ്രാവിനെയും നീ കൊണ്ടുവരണം, അതിന്റെ ഒത്ത നടുവിൽ കീറണം. അതായത് ഉടമ്പടി ദൈവം കാണിക്കുക. അപ്പം ആ പഴയ നിയമകാലത്ത് വ്യക്തികൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ, ഒരു ടൈറ്റിൽ ഡീഡ്, ഹല്ലേലൂയ, ഒരു ആധാരം ഉണ്ടാക്കുമ്പോൾ ഇതിനിടയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ, ഉടമ്പടി തെറ്റിക്കത്തില്ല എന്ന് പറഞ്ഞതാണ് ബ്ലഡ് ഉടമ്പടി, രക്ത ഉടമ്പടി അന്നത്തെ കാലത്തുണ്ടായത്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, നിന്നെ രക്തം കൊടുത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ വാക്കുകൾ എന്നിട്ട് പഴയ നിയമകാലത്ത് ഓരോന്നിനെ തളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് 24-ന്റെ 5, 6, 7, 8 എന്ന് വാക്യം വായിച്ച്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം. താങ്ക് യു ജീസസ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിൽ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. അന്നത്തെ സംഭവങ്ങൾ പറയാണ്. മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു. അപ്പൊ ആ രക്തത്തിന്റെ മൃഗത്തിന്റെ രക്തം പാതി ഒഴിച്ച് പാത്രങ്ങളിൽ ഒഴിച്ചു. രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്ക വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. അപ്പൊ യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് പറഞ്ഞപ്പോ ആ ഉടമ്പടിക്കകത്ത് മോശ അടുത്ത് എന്തോ ചെയ്തേ? രക്തമെടുത്ത് ജനത്തിന്റെ മേൽ തളിച്ചു. ഉടമ്പടി
വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധത്തിലാകുമ്പോൾ ഒരു ഡീഡ് തരുമ്പോൾ, ഞാൻ ഇത്രയും ഭാഗം ഈ നദിക്കകരെ ഉള്ള ഈ സ്ഥലം ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഈ ഉറപ്പത, ഈ രക്ത ഉടമ്പടിയാ. മൃഗത്തെ രണ്ടായിട്ട് പിളർന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇത് ഉറപ്പിക്കുകയാണ്. ഇതിൽ ഞാൻ ഒരുത്തൻ, ആരെങ്കിലും ഒരുത്തൻ ഇതിൽ നിന്ന് മാറിയാൽ ഇതുപോലെ കീറിക്കളയും. എന്നെ കീറിക്കളഞ്ഞോ എന്നാ പറയുന്നത്. എന്നെ കീറിക്കളഞ്ഞോ, ഞാൻ ഇതിൽ നിന്ന് മാറത്തില്ല. ബ്ലഡ് ഉടമ്പടിയാ, രക്തം, കവനന്റ് ആണ്, ബ്ലഡ് കവനന്റ് ആണ്. ഹല്ലേലൂയ. ആ പഴയ നിയമത്തിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അതായത് നമ്മൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ ലേവ്യ 17:11 പറയുന്നു, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്ന. ജീവൻ എവിടെ ഇരിക്കുന്നേ? ബ്ലഡിലാണ്. ഹല്ലേലൂയ. ബ്ലഡിലാണ് എന്തിരിക്കുന്നത്? ലൈഫ് ഇരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം ഈ ബ്ലഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ബൈബിൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. യേശുവിന്റെ രക്തം എന്നൊക്കെ വെറുതെ പറഞ്ഞു വിടുകയല്ല, അതിന്റെ പവറും അതിന്റെ മഹത്വം മനസ്സിലാക്കാനാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് പഴയ നിയമകാലത്ത് ഉടമ്പടിക്കകത്തുണ്ടായിരുന്നത്. ഹല്ലേലൂയ. എന്നിട്ടാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്, നമ്മൾ നിന്നാൽ ഇത് ഒരിക്കൽ വിശാലമായിട്ട് പറയാം. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ ആറ്റുകൊറ്റന്മാരുടെയും പശുക്കിടാവിന്റെ രക്തത്തിന്റെ അകത്ത് ഉടമ്പടികൾ വ്യക്തികളിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. അതും രക്ത ഉടമ്പടിയാണ്. ഹല്ലേലൂയ. അത് ആറ്റുകൊറ്റന്മാരുടെ പശുക്കിടാവിന്റെ രക്തമല്ല. ബൈബിൾ പറയുന്നു, എബ്രായർ, അതൊന്ന് എടുക്കണം, എബ്രായർ 9:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 11 to 14 വായിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ മോനെ സ്ക്രീനിൽ ഒന്ന് കാണിച്ചാട്ടെ. എല്ലാവരും വാഗ്ദാനത്തെ ശ്രദ്ധിച്ചാട്ടെ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ, ഇനി ഓരോ വാക്ക് ശ്രദ്ധിച്ചോളാം. തികവുമേറിയ എബ്രായർ 9:12, ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 12. ഓക്കേ. തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല. ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. അന്ന് ഈ ഉടമ്പടിക്കകത്ത് ഈ മൃഗങ്ങളുടെയാണ്. പക്ഷെ ഇപ്പോൾ എന്റെ കർത്താവ് ക്രിസ്തുവോ വരാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ, ഗ്രേറ്റ് പ്രീസ്റ്റ് ആയിട്ട് വന്നിട്ട് ആറ്റുകൊറ്റന്മാരുടെ പശുക്കിടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പെ സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുമെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആറ്റുകൊറ്റന്മാരുടെ രക്തമല്ല, മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ ഹല്ലേലൂയ അതിവിശുദ്ധമായ സ്ഥലത്ത് കയറും. അത് മാത്രമല്ല, ഓരോ സമയത്തും പുരോഹിതൻ യാഗം കഴിക്കുന്നതിന് മുമ്പേ ജനങ്ങൾക്ക് വേണ്ടിയും യാഗം അർപ്പിക്കണം, തന്റെ പാപങ്ങൾക്ക് വേണ്ടിയും പ്രത്യേക യാഗം അർപ്പിക്കണം, രക്തം ഒരുക്കണം. പക്ഷെ യേശു കർത്താവ് ഒരിക്കലും, വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എന്നേക്കുമായി രക്തമെന്ന ഉടമ്പടിയോടെ നമുക്ക് വേണ്ടി സ്വന്തം രക്തം എന്റെ കർത്താവ് ഒരുക്കി തന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് വരിക. നമ്മൾ ആരാ? പർച്ചേസ്ഡ് പ്രോപ്പർട്ടിയാണ്, വ്യക്തികളാണ്. നീ കുഞ്ഞാടിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. ഒരു ഉടമ്പടിയാണ് ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയേക്കാ. ഒന്നുകൂടെ അകത്തോട്ട് കയറിയ. ഹല്ലേലൂയ. പ്രശ്നത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അകത്തൊരു ആത്മീയ ബോധ്യം ഉണ്ടാക്കണം. നമ്മൾ ആരാ? ദൈവത്തിന്റെ വിലയ്ക്ക് വാങ്ങിയ മക്കളാ. അത് അകത്തോട്ട് കയറുമ്പോ തന്നെ ഒത്തിരി മൈൻഡ് സെറ്റിന്റെ അകത്ത് വിടുതലാകും. ഈ പ്രശ്നങ്ങൾ മേലൊക്കെ വാണ് ജീവിക്കുന്നത് അങ്ങനെ. നമ്മുടെ അകത്ത് ഞാൻ രക്തത്തിന്റെ വിലയാന്ന് മനസ്സിലാക്കണം. അതിനകത്തൊരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ പ്രത്യേകത ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു പോകും. കാരണം നിന്നാൽ
ഇത് ഇവിടെ നിൽക്കില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 19:34 യേശുവിന്റെ മരണസമയത്ത് ബൈബിൾ ഇങ്ങനെ പറയുന്ന ഒരു പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് യേശു കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഹല്ലേലൂയ. യോഹന്നാൻ 19:34 കിടപ്പുണ്ട്. പടയാളി കുത്തിയപ്പോൾ ശരീരത്തിന് എന്തോ ഒഴുകി? വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും. അതിന്റെ അർത്ഥം എന്താ? അവസാന തുള്ളി രക്തം വരെ ഹല്ലേലൂയ ശരീരത്തിൽ നിന്ന് ഊറ്റി തന്ന് ഒഴുക്കി തന്ന് നിന്നെ വിലയ്ക്ക് ദൈവം വാങ്ങിയതാണ്. ഇച്ചിരി കൊടുത്ത് വാങ്ങിയതല്ല, വില കൊടുത്ത് കർത്താവ് വാങ്ങി. ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. നമ്മൾ വിലയ്ക്ക് അടിമകളെ വിലയ്ക്ക് കൊടുത്ത് വാങ്ങി. ഇത് വില കൊടുത്ത് വാങ്ങി നമ്മെ സ്വതന്ത്രരാക്കി. പഴയ നിയമത്തിൽ ചില അടിമകളെ ഉണ്ട്. കുറെ നാൾ വർക്ക് ചെയ്യുമ്പം ഈ ചില ആൾക്കാർ വന്ന് ചില സാമ്പത്തികം കൊടുത്ത് അവനെ അങ്ങ് എടുത്തിട്ട് അവനെ സ്വതന്ത്രരാക്കി വിടും. ഇനി ആരുടെയെങ്കിലും ഈ വർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞ് പാപത്തിലും രോഗത്തിലും ശാപത്തിലും ദൈവകോപത്തിലും കിടന്ന നമ്മെ വിലയ്ക്ക് കൊടുത്ത് വാങ്ങി ക്രിസ്തുവിൽ നമ്മെ സ്വതന്ത്രരാക്കി. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ വായിച്ചു. 1 പത്രോസ്. ഇനി ശാന്തമായ ചില വചനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചണം. 1 പത്രോസ് 1:18-19. പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ അവിടെ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ ഈ കൊണ്ടല്ല. ലോകത്തിലെ ഈ വസ്തുക്കളൊക്കെ വില കൂടാം, വില കയറാം, നശിച്ചു പോകാവുന്ന സാധനങ്ങളാണ് ഈ ലോകത്തിലെ സകലതും. വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ. കുഞ്ഞാടിന്റെ പ്രഷ്യസ് ബ്ലഡ്, വിലയേറിയ രക്തം കൊണ്ട് അത്രേ ദൈവം നിന്നെ എന്ത് ചെയ്തിരിക്കുന്നത്? വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന എന്തെങ്കിലും കൊണ്ടല്ല, വിലയേറിയ രക്തം കൊടുത്ത് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. വില ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്, വില കൽപ്പിക്കുന്നു. അതിന്റെ അടയാളമാണ് രക്തം കൊടുത്ത് നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്. ഈ ഭൂമിയിൽ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടല്ല, ഇതെല്ലാം നശ്വരമാണ്, നശിച്ചു പോകും. പക്ഷേ നശിച്ചു പോകാത്തതാണ് എന്ത് ചെയ്യുന്നത്? കർത്താവിന്റെ വിലയേറിയതാണ് യേശുവിന്റെ രക്തം. പാപമില്ലാത്ത പരിശുദ്ധമാണ് യേശു കർത്താവിന്റെ രക്തം. ഈ രക്തം കൊടുത്താണ് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്. നമ്മൾ വായിച്ച ആ വചനത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് 5:9 ഇങ്ങനെയാണ് പറയുന്നത്, വില കൊടുത്ത് നിന്നെ വാങ്ങി. എന്നിട്ട് 10 എന്തോ പറയുന്നു? ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ദൈവം ആക്കി, എന്നിട്ട് വാഴാനാക്കി വെച്ചേക്കുന്നു. ഇപ്പൊ നമ്മളെല്ലാം ആരാ? പുരോഹിതന്മാർ. നമ്മളെല്ലാം ആരാ? അതാണ് പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ്. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നിന്നെ രാജീയ പുരോഹിത വർഗമാക്കി വെച്ചിരിക്കുകയാണ്. എന്താ പുരോഹിതന്റെ പ്രത്യേകത? പഴയ നിയമകാലത്തിൽ പുരോഹിതന് മാത്രമേ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചെല്ലാൻ പറ്റത്തുള്ളൂ. പുതിയ നിയമത്തിൽ പറയുന്നു, നിന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക. നിന്റെ വിഷയത്തിന് ഇനി ഒരു മധ്യസ്ഥനില്ല. നിനക്ക് ധൈര്യത്തോടെ എന്റെ കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് ചെല്ലാം. പറഞ്ഞ വെളിപ്പാട് നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. പഴയ നിയമത്തില് പുരോഹിതന്റെ അടുത്ത് ചെല്ലണം. പുരോഹിതനാണ് വിഷയം ദൈവസന്നിധിയില് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ പറയുന്നു, ഹല്ലേലൂയ, നിന്നെ ഹല്ലേലൂയ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്റെ ദൈവത്തിന്റെ രാജ്യവും പുരോഹിത വർഗവും ആക്കി വെച്ചിരിക്കുകയാണ്. വില കൊടുത്ത് വാങ്ങിയതിന്റെ അർത്ഥം നിനക്ക് ധൈര്യത്തോടെ കൃപാസിംഹാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഞാൻ ബലപ്പെട്ടതോ ഞാൻ പുരോഹിതനാന്ന് പറഞ്ഞു. ഞാൻ ബലപ്പെട്ടതാണ്, പുരോഹിതനും കൂടെ. ഹല്ലേലൂയ. അകത്ത് കേറട്ടെ. നിനക്ക് ധൈര്യത്തോടെ ദൈവസന്നിധി ചെല്ലാം. നിനക്ക് ധൈര്യത്തോടെ ദൈവസന്നിധി ചെല്ലാം. ഹല്ലേലൂയ. നമ്മളെല്ലാം പുരോഹിതന്മാരാ. പക്ഷെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഗുണം, ശക്തി നമ്മളൊന്ന് മനസ്സിലാക്കി. 1-2 വചനം ഞാൻ ശാന്തമായി സംസാരിക്കും. എന്നിട്ട് ദൈവം തന്ന ദൂത് നമ്മൾ പ്രാർത്ഥിക്കും. 1, യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മ എന്ത് ചെയ്യുന്നതാണ്? 1 യോഹന്നാൻ 1:7 പറയുന്നു, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം
സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഈ ലോകത്തിൽ ഒരു സോപ്പ് കൊണ്ട് അലക്കി വിളിക്കുന്നതിന് അപ്പുറമായി ഹിമം പോലെ നമ്മുടെ പാപങ്ങളെ കഴുകാൻ ആർക്ക് പറ്റും? യേശുവിന്റെ രക്തത്തിന് പറ്റും. എന്തുകൊണ്ടാണ് ഒരാൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അവന്റെ ജീവിതത്തിന്റെ പാപങ്ങൾ കഴുകാൻ കർമ്മങ്ങളുണ്ടോ ക്രിയ കൊണ്ടോ പറ്റത്തില്ല. പകരം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ അവന് ശുദ്ധീകരണം പ്രാപിക്കത്തുള്ളൂ. എന്തുകൊണ്ട് ഈ സുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്നു? നമ്മൾ മാത്രം അറിഞ്ഞ് അങ്ങ് കൊട്ടിപ്പാടി മാത്രം പോയാൽ പോലെ അല്ല. രക്തം കൊടുത്ത് വിലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത് സർവജനത്തിനു വേണ്ടിയാണ്. സർവജനത്തിനു വേണ്ടി, വിവിധ ഗോത്രത്തിന്റെ വിവിധ ഭാഷയിൽ നിന്നും ഈ ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പാപപരിഹാരമാണ് യേശു ചെയ്തത്. ഈ വാർത്ത അവൻ അറിയണം. അവൻ വിലക്ക് വാങ്ങിയതാണ്. ആ വിലക്ക് വാങ്ങിയത്, ഇപ്പൊ നമ്മൾ വില കൊടുത്ത് വാങ്ങിയത് നമ്മുടെ വീട്ടിലല്ലേ നിൽക്കണ്ടേ എന്ന് പറയുന്ന പോലെ അവൻ ദൈവസൻ വിലക്ക് വാങ്ങിയവർ ഓരോരുത്തരും അത് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിച്ച് അവന്റെ സന്നദ്ധിയിൽ എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവന്റെ പാദപിടത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ സുവിശേഷീകരണത്തിന്റെ ശക്തി. അതാണ് സുവിശേഷീകരിക്കണമെന്ന് പറയുന്നത്. അതാണ് സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചോദിക്കുക, പാസ്റ്ററെ സിമ്പിൾ ആയിട്ട് എന്താ? സിമ്പിൾ ആയിട്ട് സുവിശേഷത്തിന്റെ വേറൊരു തലം. നീ വില കൊടുത്ത് വാങ്ങിയതാണ്. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടായിരിക്കാം, നിനക്ക് ദൈവത്തെ വേണ്ടായിരിക്കാം, ദൈവം ഇല്ല ഇതെല്ലാം തട്ടിപ്പാ വെട്ടിപ്പാന്ന് നീ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ നിന്നോട് ദൈവം സ്നേഹിച്ച് നീ രക്തത്തിന്റെ വിലയാണ്. നിന്നെ ദൈവം വിലക്ക് വാങ്ങിയതാണ്. നീ ഒന്ന് തിരിച്ചറിയണം. നിന്നെ രാജ്യവും പുരോഹിതനാക്കി ദൈവം വെച്ചിരിക്കുകയാണ്. ആ നന്മയിലേക്ക് നീ വിശ്വസിച്ച് പ്രവേശിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പുത്രന്റെ രക്തം, നമ്മുടെ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. റോമറിൽ അത് കിടപ്പുണ്ട്. അടുത്തത് നമ്മെ രക്ഷിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ രക്തം. എഫെസ്യർ 1:7 എന്ന് വായിച്ചു. എഫെസ്യർ 1:7, റോമർ 3:25. എഫെസ്യർ 1:7 ആദ്യം കിട്ടുന്ന ഒരാൾ വായിച്ചു. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇനി റോമർ 3:25. റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ ദൈവം ശിക്ഷിക്കാതെ വിടാൻ തക്കവണ്ണം വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ രക്ഷിക്കുന്ന വീണ്ടെടുക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ രക്തം. അടുത്തത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പവർ. എഫെസ്യർ 2:13. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാണ്. 2:19 പറയുന്നു, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ നാം ഓരോരുത്തരും ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് വരാം. ഹല്ലേലൂയ. എഫെസ്യർ 2:13 പറയുന്നു, മുമ്പേ ദൂരസ്ഥരായിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മെ കർത്താവിലേക്ക് എന്ത് ചെയ്യുന്നു? അടുപ്പിക്കുന്നു. പുറകെ പറ, അടുപ്പിക്കുന്നു. നമ്മെ ദൂരസ്ഥരായിരുന്നു, അന്യരായിരുന്നു, പരദേശിയായിരുന്നു. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ രക്തം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുപ്പിക്കുന്നു. അന്യനും പരദേശി അല്ല, നീ ദൈവത്തിന്റെ അവകാശിയാണ്. ആമേൻ. അപ്പൊ കർത്താവിന്റെ രക്തം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുപ്പിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പവർ മനസ്സിലായ ഉടമ്പടി നിന്നെ ദൈവത്തോട് എന്ത് ചെയ്യുന്നതാണ്? അടുപ്പിക്കുന്നു. അന്യരും പരദേശിയായി മാറി നിൽക്കാനല്ല, ദൈവത്തോട് അടുപ്പിച്ച് മക്കളും അവകാശികളുമാക്കി മാറ്റുന്നതാണ് യേശുക്രിസ്തുവിന്റെ രക്തം. അപ്പൊ നമ്മളെല്ലാം ദൂരസ്ഥരായിരുന്നു, പക്ഷെ നമ്മെ സമീപസ്ഥരാക്കിയതാണ് എന്റെ കർത്താവിന്റെ രക്തം. ഹല്ലേലൂയ.
അടുത്തത് യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ഒന്ന് എബ്രായർ 12:24 എന്ന് വായിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകാനാണ് നിർത്തി ഓരോ വചനം നിങ്ങൾ നോട്ട് കുടിക്കണമെന്ന് കുറിച്ചോണം. എബ്രായർ 12:24 കർത്താവിന്റെ രക്തം വിലയ്ക്ക് വാങ്ങിയെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എബ്രായർ 12:24 പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹി രക്തത്തിന് അടുക്കലേക്ക് അത്രേ നിങ്ങളിപ്പോ ആരെടുത്ത വന്നേക്കെന്ന് അറിയാമോ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ അടുത്തേക്ക് അത്രേ. ഈ ഹാബേലിന്റെ രക്തം എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ പഴയ നിയമത്തിലെ ആദ്യ ആ രക്തസാക്ഷി പോലെ അല്ലെങ്കിൽ മരണപ്പെടുന്ന ഒരു അനുഭവം. സഹോദരൻ കൊല്ലുകയാണ്, ആ രക്തം വിരോധമായി ബാധിക്കണം സഹോദരനെതിരെ. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊന്നതിന്റെ പേരിൽ ഹാബേലിന്റെ രക്തം ഇങ്ങനെ ക്ലെയിം ചെയ്യുകയാണ്, അവകാശം പറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അത് പ്രതികൂലമായി നിൽക്കുകയാണ്. പക്ഷെ ബൈബിൾ പറയുന്നു ആ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി യേശുവിന്റെ രക്തം. പടയാളികൾ ശരിയാണ് അടിയുണ്ട്, റോമർ പടയാളികളാൽ കൊല്ലപ്പെട്ടു, ക്രൂശീകരിക്കപ്പെട്ടു. പക്ഷെ ഈ രക്തം ദോഷമായി അല്ല സംസാരിക്കുന്നത്, നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിശാച് നിന്നെ നീ പാപിയാണ്, തകർക്കപ്പെട്ടവനെന്ന് പറയുമ്പോഴും രക്തം നിനക്ക് വേണ്ടി നീ ദൈവ പൈതലാണെന്ന് പറഞ്ഞ് നിനക്ക് ഗുണകരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രക്തത്തിന്റെ പവർ എന്ന് പറയുന്നത് നിനക്ക് വേണ്ടി വാദിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്തവനെ അല്ലെ കുഴപ്പം ചെയ്തവനെ അബദ്ധം പറ്റി പോയവനെ ഒരു നല്ല അഡ്വക്കേറ്റ് നിന്ന് കോടതി റൂമിൽ നിന്നുകൊണ്ട് വാദിച്ച് 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 ജയിപ്പിച്ചെടുക്കുന്നത് പോലെ അല്ല അല്ല എന്റെ കക്ഷി ഇങ്ങനെയാണ്, നിയമം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ഏത് ലൂപ്പ് ഹോളും കണ്ടുപിടിച്ച് ശക്തനിരുന്ന് വാദിച്ച് വാദിച്ച് ഒരുത്തിനെ റിലീസ് ചെയ്ത് പുറത്തു കൊണ്ട് ചാടിക്കുന്ന പോലെയാണ് യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. ഇനി എത്ര എതിർപ്രാർത്ഥന നിനക്കെതിരെ ഉണ്ടെങ്കിലോ, 1000 നിനക്ക് വിരോധമുള്ളവർ നിനക്കെതിരെ സംസാരിച്ചാലോ, ഒരു സത്യം മനസ്സിലാക്കണം, ദൈവവൈദ്യൻ നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നതാ യേശുവിന്റെ രക്തം. മനസ്സിലായോ? ഭീതി മാറട്ടെ, ഭീതി മാറട്ടെ. ചിലർക്ക് കർത്താവിനെ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ വന്നിട്ടും അനാവശ്യമായ പ്രാർത്ഥനകളും അനാവശ്യമായ ചൊല്ലുകളും അനാവശ്യമായ ആരെങ്കിലൊക്കെ പറയുന്ന വാക്കുകൾ കേട്ട് നീ എന്തിനാ ഭാരപ്പെടുന്ന ഭീതിപ്പെടുന്നത്? എടാ, അവൻ സംസാരിക്കുന്നതിനൊക്കെ ഗുണകരമായി സംസാരിക്കുന്ന പവർഫുൾ പ്ലാൻ. നിനക്കെതിരെ ആര് പിറുപിറുത്താലും നിനക്കെതിരെ ആര് ദോഷം ചെയ്താലും അതിനും മീതെ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടുത്താ വന്നേക്കുന്നത്. ഈ രക്തമാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. ഈ തുടർന്ന് മിനിറ്റുകളിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ കർത്തൃമേശയുടെ കപ്പിൽ നിന്ന് നിങ്ങൾ അത് കുടിക്കുമ്പോൾ അതൊരു മുന്തിരി ജ്യൂസ് കുടിക്കുകയല്ല, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. ഇതുപോലെ ഓർക്കണം, എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന, എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ പവർ. ഹല്ലേലൂയ. അതൊന്നും നമ്മൾ തിരിച്ചറിയണം. രക്തത്തിന്റെ ശക്തി കണ്ട, പവർ കണ്ട, ആ ഉടമ്പടിയുടെ ഇത് കണ്ട. ഹല്ലേലൂയ. ഈ പുതിയ ആറ്റുകൊറ്റന്മാരുടെ പശുക്കിടാവിന്റെ രക്തമല്ല, അത് കുറച്ച് കഴിയുമ്പോൾ വല്ലാതായി പോകും. ഹല്ലേലൂയ. അത് കട്ടിപിടിച്ച് വല്ലാത്ത ചിലപ്പോൾ സ്മെല്ലുണ്ടാകും. പക്ഷെ ഇതിന്റെ അതല്ല, ഇത് ഗുണകരമായി സംസാരിക്കാം. ഇത് ഇന്നും ഗുണകരമായി സംസാരിക്കാം. ഇന്നും ലൈഫുള്ള, ഇന്നും ജീവനുള്ള, ഇന്നും വിശുദ്ധമായ, ഇന്നും ഒരു പാപിയെ കഴുകാൻ കഴിവുള്ള രക്തമാണ് യേശുവിന്റെ രക്തം. Yes, amen. Oh, believe in the name of Jesus. Oh, yes, hallelujah. പണ്ട് വളരെ ശ്രേഷ്ഠ സുവിശേഷകനായ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന നിത്യത്തിൽ വിശ്രമിക്കുന്ന ദൈവ മനുഷ്യനോട് ഹല്ലേലൂയ വ്യക്തി ചോദിച്ചു, നിങ്ങൾ യേശുവിന്റെ രക്തം ഭയങ്കര പാപം ബോധിക്കുന്നൊക്കെ പറഞ്ഞല്ലോ, എല്ലാരും വിലക്ക് വാങ്ങുന്നു, പിന്നെ എന്താ എല്ലാത്തിന്റെ പാപം മാറാത്ത?
ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് ഈ ദൈവ മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. ലോകത്തിൽ എത്ര സോപ്പ് കമ്പനി ഉണ്ട്, എത്രത്തോളം ഓരോ സൂപ്പർ മാർക്കറ്റിലും കടകളിൽ എത്ര അടുക്കി വെച്ചേക്കുന്നു. എന്നിട്ടും എന്താ എല്ലാത്തിന്റെ അഴുക്ക് മാറാത്തത്? ഹല്ലേലൂയ. അഴുക്ക് മാറണമെങ്കിൽ നീ അത് എടുത്ത് വാങ്ങിച്ച് നിന്റെ ശരീരത്തിൽ അപ്ലൈ ചെയ്താലേ, ഉപയോഗിച്ചാലേ നിന്റെ അഴുക്ക് മാറത്തുള്ളൂ. ലോകത്തിൽ ഒത്തിരി സോപ്പ് ഉണ്ടായിരിക്കാം, ഒത്തിരി കമ്പനി ഉണ്ടായിരിക്കാം, ഓരോ കടയിലും ഓരോ സിറ്റിയിലും 10,000-കണക്കിന് സോപ്പ് ഉണ്ടായിരിക്കാം. പക്ഷെ അഴുക്ക് മാറണമെങ്കിൽ നീ അത് ഉപയോഗിക്കണം. യേശുവിന്റെ രക്തം ഉപയോഗിക്കുമ്പോ, വിശ്വസിക്കുമ്പോ അതിന്റെ ശക്തി അനുഭവിക്കുക. Hallelujah. Amen, amen, amen. Oh, receive. എന്റെ 21-ാമത്തെ വയസ്സിൽ, യൗവന പ്രായത്തിൽ, എന്റെ 21-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അതിനെ സ്വീകരിച്ചപ്പോ അത് എന്നെ കഴുകി. ഹല്ലേലൂയ. കഴിഞ്ഞ ഓരോ വർഷങ്ങളിൽ നിങ്ങളെ കഴുകി. ദൈവത്തിന്റെ വരവ് താമസമെങ്കിൽ ഈ പട്ടണത്തെ ആയിരങ്ങളെ, 10,000-ങ്ങളെ ഇത് വീണ്ടും കഴുകും. We believe in the name of Jesus. നീ രക്തത്തിന്റെ വിലയാ. In the name of Jesus. There is power in the blood of Jesus Christ. Amen. Amen. Oh, Jesus. ഇന്നും ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വാദിക്കുന്ന, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിന്നെ അന്യനും പരദേശവും അല്ലാതെ ദൈവത്തോട് അടുപ്പിക്കുന്ന, നിന്നെ രക്ഷ നൽകുന്ന, നിന്നെ കഴുകുന്നതാണ് യേശുവിന്റെ രക്തം. ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രേയറിലേക്ക് കയറാം. യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത സംരക്ഷിക്കുന്നതാണ്. രക്തം ഉറക്കെ പറ, സംരക്ഷിക്കുന്നതാണ്. നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം ഒന്നെടുത്തേ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം എന്ന് പറയുന്നത് പെസഹയുടെ സമയത്ത് കർത്താവിന് ആലോചനയാൽ ദൈവത്തിന്റെ ജനം അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയമാണ്. ഹല്ലേലൂയ. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ ദൈവം ഒരു കാര്യം പറഞ്ഞു. പുറപ്പാട് 12 അതിലെ എല്ലാം വായിക്കണ്ട. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 13 വായിച്ചേ. 12-ന്റെ 13 തൊട്ടൊന്ന് വായിച്ച് എല്ലാവരും ഒന്ന് മോനെ ആ സ്ക്രീനിൽ ഒന്ന് കാണിക്കണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13, ആദ്യം 13 വായിച്ചിട്ട് 22, 23 ഒന്ന് വായിക്കണേ. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. രക്തം നിങ്ങളുടെ വീട്ടിൽ തളിക്കുമ്പോൾ ബാധ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകും. ഇനി 22, 23. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, ആ രക്തത്തിൽ ആടിനെ അറക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുപ്പടിമേരും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. ഈ കട്ടളക്കാല് പേരും കുറുപടി മേലും ഈ രക്തം എന്ത് ചെയ്യണം? പറയുന്നതിൽ മൃഗത്തിന്റെ പറയുന്നത് തളിക്കണം. നീ അതിന്റെ അകത്തായിരിക്കണം. നീ എന്ത് ചെയ്യരുത്? ഈ കവറിങ്ങിലായിരിക്കും. നീ എന്ത് ചെയ്യരുത്? പുറത്തിറങ്ങരുത്. 23. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും. ദൈവത്തിന്റെ സംഹാരദൂതൻ ഇപ്പൊ ഇതിലേക്കൂടെ പോകാൻ പോവുകയാണ്. എന്നാൽ കുറുപ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരം വരുവാൻ സമ്മതിക്കത്തില്ല. ഒന്നുകൂടെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരം വരുവാൻ സമ്മതിക്കുകയുമില്ല. ഒഴിഞ്ഞു പോകുന്നു. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, രക്തത്താൽ കഴുകപ്പെട്ട ദൈവത്തിലെ നിന്നെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകേണ്ടത് തിന്മയായതിനെ മാറ്റാൻ നിന്നെ സംരക്ഷിക്കാൻ കഴിവുള്ളതാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. ഉറക്കെ പറഞ്ഞ രക്തത്തിന്റെ വിലയാന്ന് പറഞ്ഞു. രക്തത്തിന്റെ വിലയാ. നിങ്ങളുടെ അകത്തോട്ട് ഭയങ്കര ശക്തി, ഇതിന്റെ പവർഫുൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാ. ഞാൻ രക്തത്തിന്റെ പർച്ചേസ്ഡ് പ്രോപ്പർട്ടിയാ. ഈ ഗവൺമെന്റിന്റെ ഒക്കെ പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനൊന്നും ഒരുത്തം കയറി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പണ്ടൊക്കെ എന്തെങ്കിലും കയറി, ഇപ്പൊ വിവരം അറിയും. ഗവൺമെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഹല്ലേലൂയ.
വലിയ മതിലൊന്നും വെക്കത്തൊന്നുമില്ല. ഫോറസ്റ്റ് ഇപ്പൊ ഫോറസ്റ്റിന്റെ വലിയ മതിലൊന്നുമില്ല. ആ ഫോറസ്റ്റ് തുടങ്ങാൻ നേരത്ത് ഒരു ചെറിയൊരു പച്ച ബോർഡിനകത്ത് ചെറിയ എഴുതി വെക്കും, ഇത് ഫോറസ്റ്റ് ആണ്, അതിക്രമിച്ച് കിടക്കുന്നവൻ. തോക്കും പിടിച്ചൊന്നും ആൾക്കാരൊന്നും നിൽക്കില്ല. പക്ഷെ കേറിയ വിവരം അറിയും. അവർക്കൊരു ചിന്നല്ല നാളെ ന്യൂസ് കിട്ടിയാലും സംഭവം ജാമ്യമില്ലാത്ത വകുപ്പ. കാരണം എന്താ? ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഹല്ലേലൂയ. അവരുടെ സ്വന്തമാണ്. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മളാരാ? യേശു കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കുറവുണ്ടായിരിക്കാം, ഒത്തിരി പ്രാർത്ഥന വിഷയം ഉണ്ടായിരിക്കാം, സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരിക്കാം, ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടിന്റെയും വേദനയുടെയും കണ്ണീരിൽ കൂടെ കടന്നു പോകാം. അത് അവിടെ നിൽക്കട്ടെ, അത് ലോകത്തിൽ എല്ലാവരും നേരിടുന്നതാ. പക്ഷെ നീ ആരാന്ന് തിരിച്ചറിയണം. നീ രക്തത്തിന്റെ വിലയാണ്. ഈ ബോധ്യം അകത്ത് കയറുമ്പോ ജയജീവിതം ആരംഭിക്കും. ഇത് അകത്ത് കയറുമ്പോ ജയജീവിതം ആരംഭിക്കും. രക്തത്തിന്റെ വിലയ നീ രാജ്യം പുരോഹിത വർഗമാക്കി നിന്നെ ദൈവം മാറ്റിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12:10-11 വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-11 വാക്യം. അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം, വെളിപ്പാട് പുസ്തകം 12:10-11 വായിച്ചു. മഹാശബ്ദം പറഞ്ഞത് കേട്ട്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുവാൻ അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഈ രാപകൽ കുറ്റം ചുമത്തുന്ന അപവാദിയുണ്ട്. അപവാദി എന്താണ്? പിശാച. രാപകൽ എന്ത് ചെയ്യാണ്? അവകാശവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെ ഇനി 12 വായിച്ചോ. 11. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മതി. എങ്ങനെ ജയിക്കുന്നേ? അപവാദി എങ്ങനെ ജയിക്കുന്നേ? യേശുവിന്റെ രക്തത്താൽ, നിന്റെ സാക്ഷി വാക്കുകളാൽ അതിനെ ജയിക്കും. രക്തത്തിന് നിനക്ക് ജയം കൊണ്ടുവരാൻ പറ്റും. രക്തത്താൽ ഒരു ജയമുണ്ട്, സംരക്ഷണമുണ്ട്, കഴുകലുണ്ട്. നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. എല്ലാ കണ്ണുകളും അടച്ചേ.